നമസ്കാരം. ബംഗ്ലാദേശിൽ നിന്നും നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് എന്നത് വളരെ പ്രധാനമാണ്. സിവിൽ സമൂഹത്തിൽ നിന്നും പ്രതിപക്ഷത്തെ വിമർശകരിൽ നിന്നുമുള്ള ശല്യപ്പെടുത്തുന്ന ശബ്ദങ്ങൾ അടിച്ചമർത്തിയാൽ മാത്രമേ തങ്ങളുടെ നാട്ടിൽ അഭൂതപൂർവമായ സമൃദ്ധിയും സമാധാനവും കൊണ്ടുവരാൻ കഴിയൂ എന്ന് കരുതുന്നത് ഓരോ സ്വേച്ഛാധിപതിയുടെയും ചരിത്രപരമായ അഹങ്കാരമാണ്. ഈ ഭ്രമാത്മക കെണിയിൽ വീഴുന്ന ആദ്യത്തെ ഭരണാധികാരിയല്ല ഷെയ്ഖ് ഹസീന, അവസാനത്തെ ഭരണാധികാരിയുമല്ല എന്നതാണ് ബംഗ്ലാദേശ് നൽകുന്ന പരമപ്രധാനമായ പാഠം. ഒരുപക്ഷെ അതൊരു യാദൃശ്ചികം മാത്രമായിരിക്കാം. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ധാക്കയിൽ നിന്ന് പലായനം ചെയ്യാൻ നിർബന്ധിതയാകുന്നതിന് 24 മണിക്കൂർ മുമ്പ് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി 2029 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒഴിവാക്കാനാകാത്ത വാഴ്ചയെക്കുറിച്ച് പ്രസ്താവന നടത്തുകയായിരുന്നു. അമിത്ഷാ ചണ്ഡീഗഡിൽ നടന്ന ചടങ്ങിൽ പറഞ്ഞത്, പ്രതിപക്ഷത്തിന് എത്ര വേണമെങ്കിലും ബഹളമുണ്ടാക്കാൻ ശ്രമിക്കാം, 2029 വീണ്ടും പ്രധാനമന്ത്രി മോദി തന്നെ അധികാരത്തിൽ വരുന്നത് കാണാം എന്നായിരുന്നു. അത്രയ്ക്ക് അയവില്ലാത്ത അഹങ്കാരത്തോടെയാണ് ഷാ അത് പറഞ്ഞത്. അത്തരമൊരു അവകാശബോധം തീർച്ചയായും 2 മാസം മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി ഭരണത്തിന് വോട്ടർമാർ നൽകിയ തിരിച്ചടി ഗൗരവമായി എടുക്കരുതെന്ന് എല്ലാ ജനാധിപത്യ ഭരണഘടനാ തൽപരരായ പങ്കാളികളോടും സൂചന നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അപ്രകാരം പറഞ്ഞത്. ലക്നൌവിൽ തുടങ്ങിയ BJPക്കുള്ളിലെ അസ്വാരസ്യങ്ങളുടെയും ധിക്കാരത്തിന്റെയും മുറുമുറുപ്പുകൾ നിർണായകമായ ഒരു പ്രശ്നമായി വരുന്നത് തീർച്ചയായും മോദി ഭരണ സംവിധാനത്തിന് അറിയാതിരിക്കാനാവില്ല. പ്രതിപക്ഷ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് നടപടികൾ ബഹിഷ്കരിച്ച ബംഗ്ലാദേശിൽ വിശ്വാസ്യതയില്ലാത്ത ഒരു ക്രമീകരണത്തിന് കീഴിൽ അടുത്തിടെ ഷെയ്ഖ് ഹസീനയും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു എന്നത് മറക്കാനാവില്ല. സ്വതന്ത്രവും നീതിയുക്തവുമായ ഒരു വോട്ടിന്റെ ഭാവം അവിടെ ഉണ്ടായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മോദി ഭരണത്തിന്റെ ഇടപെടൽ കണക്കിലെടുത്ത് BJP വിരുദ്ധ പാർട്ടികൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് നമ്മുടെ സ്വന്തം രാജ്യത്തും നിരവധി ശബ്ദങ്ങൾ ഉയർന്നു വന്നിരുന്നു. തെരഞ്ഞെടുപ്പ് ബോണ്ടുകളെ കുറിച്ചുള്ള സുപ്രീം കോടതിയുടെ വിധിയാണ് മൊത്തത്തിലുള്ള സംവിധാനത്തെക്കുറിച്ച് കുറച്ചെങ്കിലും വിശ്വാസമുണ്ടാക്കാൻ ആ അശുഭാപ്തി വിശ്വാസികളെ പ്രേരിപ്പിച്ചത്. ഒരു രാജ്യത്ത് വിയോജിപ്പിന്റെ ശബ്ദങ്ങൾ ഉയർത്താൻ അനുവദിക്കില്ല എങ്കിൽ പിന്നെ ആകെയുള്ളത് തെരുവിലെ ജനക്കൂട്ടമാണ്. നൊബേൽ സമ്മാന ജേതാവ് മുഹമ്മദ് യൂനുസ് ഷെയ്ഖ് ഹസീന സർക്കാരിനെ കുറിച്ച് നിരീക്ഷിച്ചത് സർക്കാർ ഒരു നുണയുണ്ടാക്കുന്ന ഫാക്ടറിയാണ് എന്നാണ്. തുടർച്ചയായി കള്ളം പറയുകയും നുണ പറയുകയും ചെയ്യുന്നു, എന്നിട്ട് അവർ തന്നെ ആ കളവുകളിൽ വിശ്വസിക്കാൻ തുടങ്ങുന്നു എന്നാണ്. സമാനമായ ഒരു ദൗർബല്യം എന്ന നിലയിൽ വസ്തുതകളോടും കണക്കുകളോടുമുള്ള മോദി സർക്കാരിന്റെ സമീപനത്തെ അത് അടയാളപ്പെടുത്തുന്നുണ്ട്. എല്ലാ അന്താരാഷ്ട്ര റിപ്പോർട്ടുകളും അഭിപ്രായങ്ങളും അത് നിരാകരിക്കുന്നു. ജനാധിപത്യ ആരോഗ്യത്തിന്റെ അന്താരാഷ്ട്ര നിലവാരങ്ങളെയും മാനദണ്ഡങ്ങളെയും പോലും അത് നിരാകരിക്കുന്നു. അസ്ഥിരത സൃഷ്ടിക്കാനും ഭാരത മാതാവിന് ചീത്തപ്പേരുണ്ടാക്കാനും ആഗ്രഹിക്കുന്നവരുടെ കരവിരുത് എന്ന നിലയിൽ ഭരണകൂടം വിമർശനങ്ങളെ തള്ളിക്കളയുന്നു. ആത്മപ്രശംസയും സ്വയം പ്രൊമോഷനുമല്ലാതെ മോദിയുടെ ദശാബ്ദക്കാലത്തെ ഭരണകാലം കാര്യക്ഷമതയില്ലായ്മയും നിർവികാരതയും കഴിവില്ലായ്മയും നിറഞ്ഞതാണ് എന്നതാണ് സത്യം. 10 വർഷത്തിന് ശേഷവും ഇന്ത്യ 2014 മുമ്പുള്ള അഴിമതി നിറഞ്ഞ സ്ഥലമായി തുടരുന്നു. 10 വർഷത്തിനുള്ളിൽ ഇത് കൂടുതൽ അന്യായവും കൂടുതൽ അസമത്വവും കൂടുതൽ ജനാധിപത്യ വിരുദ്ധവുമായ സ്ഥലമായി മാറി. ബംഗ്ലാദേശിൽ എല്ലാ നല്ല പ്രേരണകളും ആരോഗ്യകരമായ എല്ലാ പാരമ്പര്യങ്ങളും പ്രശംസനീയമായ എല്ലാ പ്രോട്ടോക്കോളും ഓരോ സുപ്രധാന സ്ഥാപനവും ഒരു വ്യക്തിയുടെ മഹത്വത്തിന്റെയും ശക്തിയുടെയും താല്പര്യത്തിന് വിധേയമായി. അക്കാര്യത്തിൽ ബംഗ്ലാദേശ് മോഡലുമായി ഇന്ത്യ വളരെ അടുത്തെത്തിയിരിക്കുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്തു പറഞ്ഞാലും ജനാധിപത്യം രാജാക്കന്മാരെയോ ചക്രവർത്തിമാരെയോ തിരഞ്ഞെടുക്കുന്നില്ലെന്ന് ബംഗ്ലാദേശ് സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ജനാധിപത്യം പ്രധാനമന്ത്രിമാരെയും പ്രസിഡന്റുമാരെയും തിരഞ്ഞെടുക്കുന്നു. എല്ലാം ഭരണഘടനയിൽ നിന്ന് നിയമസാധുതയും അധികാരവും നേടിയെടുക്കുന്നു. ഒരു ജനാധിപത്യ സർക്കാർ ഉത്തരവാദിത്വമുള്ള സർക്കാരാണ്. ഭരണഘടനാ പ്രക്രിയകളെ ദുരുപയോഗം ചെയ്ത് ജനാധിപത്യപരമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് BJPയും RSSും വിചാരിച്ചാൽ അവർ വലിയ വില നൽകേണ്ടി വരും. പക്ഷേ ഇന്ത്യയുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ അവയുടെ ചൈതന്യം വീണ്ടെടുത്ത് മോദി ഭരണത്തിന്റെ ഭേദപ്പെടാത്ത വഴിപിഴപ്പിനെതിരെ സ്വയം പ്രതിരോധം തീർക്കുമെന്ന് പ്രത്യാശിക്കാം. ധാക്ക, ന്യൂഡൽഹിയിലും ആവർത്തിക്കാതിരിക്കാൻ ആ പ്രതിരോധം അനിവാര്യമാണെന്ന് പറയാതെ വയ്യ.